മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ പിരിച്ചുവിട്ടതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. മിൽമ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന് ബോർഡ് അംഗങ്ങൾ ആരോപിച്ചു. അതേസമയം ശബരിമലയിലേക്കുള്ള നെയ് വിതരണത്തിൽ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് യൂണിയൻ പിരിച്ചുവിട്ടത് എന്നാണ് സർക്കാരിന്റെ നിലപാട്. തിരുവനന്തപുരം മേഖലാ യൂണിയനിൽ കഴിഞ്ഞ കാലങ്ങളിൽ വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ പിരിച്ചുവിട്ടത്. ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ഭരണസമിതി നടത്തിയിട്ടുള്ള അഴിമതിയുടെ വ്യാപ്തി ആഴത്തിലുള്ളതാണെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും റിപ്പോർട്ട് പറയുന്നു. യൂണിയനിൽ നിലവിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണമാണ്. എന്നാൽ തീരുമാനം രാഷ്ട്രീയ നടപടിയെന്നാണ് പിരിച്ചുവിട്ട ബോർഡിന്റെ ആരോപണം. ഈ മാസം അവസാനം നടക്കേണ്ട മിൽമ ഫെഡറേഷൻ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള UDFന്റെ നീക്കമാണെന്നും ആക്ഷേപമുണ്ട്. ഞങ്ങൾക്ക് ഈ ഭരണമാറ്റം വന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ഒരു പ്രതികാര നടപടി എന്നുള്ള രൂപത്തിൽ LDF ഭരിക്കുന്ന സംഘങ്ങൾ പിരിച്ചുവിടാൻ അവർക്ക് പറ്റും, പിരിച്ചുവിട്ടോട്ടെ. പക്ഷേ അതിനൊരു സാമാന്യ നീതിയുണ്ട്. ആ നീതി അനുസരിച്ച് ഞങ്ങളെ ഹിയർ ചെയ്യണം. ഞങ്ങൾക്കൊരു നോട്ടീസ് തരണം. ഞങ്ങൾക്ക് ഒരു നോട്ടീസ് തന്നിട്ടില്ല, ഞങ്ങൾക്ക് ഒരു അറിയിപ്പുമില്ല. രണ്ടാമത്തെ കാര്യം, പിരിച്ചുവിട്ട ഉത്തരവ് ഞങ്ങൾക്ക് തരണ്ടേ? പിരിച്ചുവിട്ട ഉത്തരവ് ചെയർമാൻ കൊടുക്കണമല്ലോ. ചെയർമാൻ ഈ വാർത്ത അറിയുന്നത് ചെയർമാൻ ആലപ്പുഴക്കാരിയാണ്, മണി വിശ്വനാഥ്. അവർ ആലപ്പുഴ വീട്ടിലിരിക്കുമ്പം പത്രവാർത്തയിലൂടെയാണ് അറിയുന്നത്. MDയോട് ചോദിക്കുമ്പോൾ MDക്ക് ഉത്തരവ് കിട്ടിയിട്ടുണ്ട്. പിരിച്ചുവിടലിനെതിരെ കോടതിയെ സമീപിക്കാനാണ് അംഗങ്ങളുടെ നീക്കം. അങ്ങനെയെങ്കിൽ ഫെഡറേഷൻ തെരഞ്ഞെടുപ്പും അനിശ്ചിതത്വത്തിലാവും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.